നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ഫിലിപ്പ്. ചേട്ടാ, ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ MP മുനമ്പം സമരപ്പന്തലിലേക്ക് വരരുത്, കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം? എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലൊരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിപ്പോൾ എന്താണ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിനുള്ളൊരു ഉത്തരമാണ് ഞങ്ങളുടെ. കാരണം അവരിത് ഇപ്പോൾ സുപ്രീം കോടതി പോകാൻ പോവുകയാണ്. അവർ പല പല തടസ്സങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഞങ്ങൾ ഒരു വശത്ത് നിന്ന് പറയും നിങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നു, പിറ്റേ ദിവസം പറയണതാണ് മുനമ്പത്തുകാരുടെ ഇവിടെ വന്നിട്ട് പറയും ഇത് വഖഫ് ഭൂമിയല്ല, 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് പറയും, പിറ്റേ ദിവസം പറയും ഇത് വഖഫ് ഭൂമിയാണ്. അപ്പോൾ ഈ ഞങ്ങളിട്ടൊരു തരം പാവകളെ പോലെ കളിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ അറിഞ്ഞു അവരിത് വീണ്ടും വരാൻ പോയ കിരൺ റിജു വരുന്നതിന് മുമ്പ് അവരിവിടെ വന്ന് ഒരു സമ്മേളനം നടത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതൊരു എന്താ പറയുക, ഞങ്ങളായിരിക്കും ഇഷ്ടം. ഞങ്ങളിവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും സംസാരിക്കാൻ വരരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു വെച്ചെന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ ഇത്രയും നാൾ 179 ദിവസമായി സമരം നടത്തുന്നത്. ഞങ്ങൾ ഇതുവരെ യാതൊരു പ്രകോപനപരമായിട്ട് ഒരു കാര്യത്തിനും പോയിട്ടില്ല. ഞങ്ങളുടെ ഈ സമരത്തിനെതിരെ ഒരു പെറ്റി കേസ് പോലുമില്ല. അപ്പം ഞങ്ങളുടെ സമരപ്പന്തലിൽ ഇനി അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അത് കണ്ടു നിൽക്കാനോ അല്ല. പല ആൾക്കാർക്ക് പല വികാരങ്ങളുള്ള ആൾക്കാരാണ്. കാരണം വീട് നഷ്ടപ്പെടുത്തുന്നവൻ്റെ കൂടെ നിൽക്കണവരാണ്, അല്ലാതെ ഞങ്ങൾ വീട് നഷ്ടപ്പെടുന്നവനാണ്. ഞങ്ങൾക്ക് മാത്രമേ നഷ്ടപ്പെടൽ എന്താണെന്ന് മനസ്സിലാക്കണത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കോൺഗ്രസിൻ്റെ പറയുന്ന ആൾക്കാർക്ക് ആർക്കും വീട് നഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇങ്ങനെ ഇരുന്ന് അവർക്ക് ഞങ്ങളൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ നഷ്ടപ്പെടുന്നവൻ്റെ വേദനയാണ്. ഞങ്ങൾ അവരുടെ അടുത്ത് തല്ലുപിടിക്കാൻ ഒന്നിനും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളുടെ പ്രതിഷേധം ഈ ഒരു 2 ബോർഡിൽ പള്ളിയുടെ മുമ്പിൽ സ്ഥാപിച്ചേക്കണം. അതിൽ ഞങ്ങളുടെ പ്രതിഷേധ സമയം ഞങ്ങളല്ലാതെ ഞങ്ങളിതേ ഇപ്പോൾ അവർ ഞങ്ങൾക്കെതിരായിട്ട് എയർപോർട്ട് പിക്കറ്റ് ചെയ്യാൻ വേണ്ടി ജിൻഡോ ജോൺ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് എയർപോർട്ട് പിക്കറ്റിങ്ങിനും ഞങ്ങൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങൾ ഈ പള്ളിയുടെ മുമ്പിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളി. ഞാൻ മത്സ്യത്തൊഴിലാളി, എൻ്റെ അപ്പച്ചൻ മത്സ്യത്തൊഴിലാളി. പക്ഷേ ഞാൻ അത്യാവശ്യം ഒരു പ്രവാസ ജീവിതം ജീവിക്കുന്നു, എനിക്ക് നല്ലൊരു ജോലി. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ജോലിയും കളഞ്ഞ് ഞാൻ എൻ്റെ നാട്ടുകാരുടെ കൂടെ നിൽക്കുകയാണ്. കാരണം എനിക്ക് ആരോടും ഇവിടെ കടപ്പെട്ടില്ല. എനിക്ക് എൻ്റെ കടപ്പാട് എൻ്റെ 2 മക്കളോടാണ്. എൻ്റെ 2 മക്കൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഞാൻ എൻ്റെ വീട് സംരക്ഷിക്കും. കാരണം എൻ്റെ ജോലിയോളം വരില്ല എൻ്റെ വീടാണ് എനിക്ക് ഞാൻ നഷ്ടപ്പെടാൻ പോകണം. നിങ്ങൾക്കറിയാമോ, ഇപ്പം ഇവിടെ ആരും പറയാത്തൊരു കാര്യം ഞാനിതൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് തരികയാണ്. ഞങ്ങളിതിന് പിന്നിൽ വരാൻ കാരണം, ഞാൻ ഈ സമരത്തിന് മുന്നിൽ നിന്ന് വരാൻ കാരണം ഹൈബീഡൻ ഞങ്ങൾ ഈ സമരം തുടങ്ങാൻ പോണ സമയത്ത് ഞങ്ങളുടെ അച്ഛനോട് വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഇത് ഒറ്റ മീഡിയനോട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇത് പക്ഷേ നിങ്ങളിത് കൊണ്ടുവരണം. ഹൈബീഡൻ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇതൊന്നും ആർക്കും അറിയാമോ? ഹൈബീഡൻ പറഞ്ഞൊരു കാര്യം, അതായത് 10 സെൻറ്റിന് മുകളിലോട്ടുള്ളവർക്ക് 5 സെൻറ്റും വീടും, 10 സെൻറ്റിന് കീഴോട്ടുള്ളവർക്ക് 3 സെൻറ്റും വീടും. ഞാൻ ഇന്ന് താമസിക്കുന്നത് 2.5 ഏക്കറോളമുള്ളവർ. എൻ്റെ അപ്പച്ചൻ എൻ്റെ വലിയപ്പച്ചൻ ചിന്നപ്പനച്ചൻ എന്ന് പറയും താത്തി എനിക്ക് ദാനമായിട്ട് തന്ന വീടാണ്. അതിൽ അങ്ങനത്തെ ഒരു വീട് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒരു 50 വർഷം പ്രവാസ ജീവിതം ജീവിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ വീട് ഞാൻ ആ വീട്ടിൽ നിന്ന് താമസമാക്കിയിട്ട് 5 സെൻറ്റിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. കാരണം പക്ഷേ ഇന്ന് എന്നെ ഈ സമരത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ഹൈബീഡൻ്റെ ഒരൊറ്റ അദ്ദേഹം ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ വികാരി അച്ഛനോട് പറഞ്ഞാണ് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കണം. കാരണം ഒരു ഭീഷണിയായിരുന്നത്. പക്ഷെ ആ ഭീഷണിയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. കാരണം അതായത് 10 സെൻറ്റിന് മുകളിലോട്ടുള്ളവർക്ക് 5 സെൻറ്റും വീടും, 10 സെൻറ്റിന് കുറവുള്ളവർക്ക് 3 സെൻറ്റും വീടും. കാരണം എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഈ മുസ്ലിം ലീഗും വഖഫ് ബോർഡും ഇവരെല്ലാവരും വമ്പന്മാരാണ്. അപ്പം നിങ്ങൾ എത്ര പിടിച്ചാലും നിങ്ങൾക്ക് ഇവരുടെ പുറകെ പോകാൻ പറ്റില്ല. ഇവർ നിങ്ങളെ എങ്ങനെയെങ്കിലും പൂട്ടിക്കളയും. ഞങ്ങൾ തെറ്റ് ചെയ്ത് ഞങ്ങൾ അതിക്രമിച്ച് കയറി താമസിക്കുന്നവരാണെങ്കിൽ ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയട്ടെ. കാരണം ഞങ്ങളുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും, നിങ്ങൾ അതിക്രമിച്ച് കയറിയ ആൾക്കാരാണല്ലോ, അവരുടെ ഇതല്ലേ. ഇതൊന്നും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത 5ഉം 6ഉം തലമുറയായിട്ട് താമസിക്കുന്ന ഒരാൾക്കാരുടെ വീട് വന്നിട്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും തോന്നുമോ? അപ്പോൾ ഈ ബോർഡ് എന്നിട്ടും ഞങ്ങൾ സഹിച്ചിട്ടുള്ളൂ. ഈ ബോർഡ് ഞങ്ങളുടെ പ്രതിഷേധമാണ്. എനിക്ക് 51 വയസ്സായി. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ 2 മക്കളുടെ ഭാവിയാണ് ആ ബോർഡ് ഞാൻ എഴുതിയേക്കണം. അല്ലാതെ എനിക്ക് വേറെ ആരോടും ഇതും ചെയ്യാനില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഈ ഇരിക്കുന്ന നിക്സൺ. ഇവനൊരു മണൽ ഷട്ടറുണ്ട്. 7 വർഷമായിട്ട് സർക്കാരിൻ്റെ എല്ലാവിധ നിബന്ധനകളോടെ എല്ലാം കൂടി ഇവൻ ഷട്ടർ എടുത്തേന്. അവൻ്റെ ഷട്ടറിൽ നിന്ന് പൂട്ടിച്ചു. 100ഓളം തൊഴിലാളികൾ, വിഷുവാണ് വരുന്നത്, 100 തൊഴിലാളികളെങ്കിലും അതുണ്ട്. ചോദിച്ചു പറഞ്ഞപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ സമ്മതിക്കണില്ലെന്ന് പറയണം. ഈ ഷട്ടർ അവർ കൊണ്ട് കേസ് കൊടുത്ത് പൂട്ടിച്ച്. എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്കൊന്നും ആകെ എൻ്റെ അടുത്ത് പറയാനായിട്ട് ഇവർക്കൊന്നും കിട്ടിയില്ല. എനിക്കൊരു കാർഷിക ഇതുണ്ട്. അവർ പറഞ്ഞാൽ എനിക്ക് 30 സെൻറ്റിൽ കൂടുതൽ സ്ഥലമില്ല, അതാണ് എൻ്റെ കാർഷിക വൈദ്യുതി ലൈൻ, അതിനും കംപ്ലൈൻറ്റ് കൊണ്ടേ കൊടുത്തേക്കാണ്. ഇവിടെ ഓരോരുത്തർ കെട്ട് നടത്താൻ ഇവരിങ്ങനെ ഇപ്പോൾ തുടങ്ങിയാണ്. അപ്പം ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങളിങ്ങനെ പ്രതിഷേധിക്കുള്ളൂ ഇവരുടെ അടുത്ത്. ഇവരെന്താണ് ഇവർ ഇവിടെ വന്ന് പറയും 10 മിനിറ്റ് എന്ന് പറയും, നാളെ മാറിയിട്ട് പറയും വഖഫ് ഭൂമിയാണ്. ഞങ്ങൾ ഈ കടപ്പുറത്തുകാരൊന്നും 1965 ജീവിക്കുന്ന ആൾക്കാരല്ല. അതൊക്കെ അവരൊരു ദിവാസ്വപ്നമാണ്.
ഇത് പാർട്ടി ആൾക്കാർ ഇപ്പോൾ ലോകം മാറിയെന്ന് അവർ മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എല്ലാവരോടും ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? എൻ്റെ പേര് ജോയി. ചേട്ടാ, ഇപ്പോൾ മുനമ്പ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി UDFന്റെ ആളുകളെ ഒരു രീതിയിലും ഈ മണ്ണിലേക്ക് കാലുകുത്തിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിങ്ങൾ. അതിന്റെ പേരിലാണല്ലോ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്തെല്ലാം പ്രഷറുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇതൊരു 3-4 മാസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. പലപ്പോഴായിട്ട് ഞങ്ങൾ ഈ സമരസമിതി നമുക്ക് ഈ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്നവരെ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയാൽ മതി എന്നുള്ള. അന്ന് പലരും കേട്ടില്ല. അവർക്ക് അവസരം കൊടുത്ത് അവരിവിടെ വന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്ന് അന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ ഈ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഭേദഗതി ബില്ലിനായിരുന്നു. ആ ബില്ല് പാസ്സായി. പിന്നെ അവിടെ കിടന്ന് പാർലമെൻറ്റിലും രാജ്യസഭയിലും കിടന്ന് കഴിച്ചുകൂട്ടിയാണ്ടല്ലോ നമ്മളെ ഈ നാടിന് വേണ്ടി 19 പേര് ഇവിടെ കിടന്ന് കാണിച്ചു. ഒരാളവരും അവർ 19 പേര് മൊത്തം LDFന്റെ ഒരാളും ബാക്കി കോൺഗ്രസിൻ്റെ കൂടി ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാനുള്ള എല്ലാ ഇതുണ്ടാക്കി. ആ ഈ വോട്ട് ബാങ്കിൻ്റെ ലാഭത്തിന് വേണ്ടിയുള്ള കടപ്പുറത്തുകാർ മുനമ്പത്തുകാർ ഒന്നുമല്ല എന്നുള്ള മനസ്സിലാക്കി. ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും മുനമ്പത്തുകാർ ആരാണെന്നുള്ളത്. കളിച്ച സ്ഥലം മാറിപ്പോയി അവർക്ക്. ഇത് മുനമ്പ് എന്താണെന്നുള്ളത് ഇനിയും അറിയും ചിലപ്പോൾ. ഞങ്ങൾ ആ രംഗത്തേക്ക് മാറിയിട്ടില്ല. ആ ഒരു സമരത്തിലേക്ക് ഞങ്ങൾ ഇതുവരെയായിട്ട് നീങ്ങിയിട്ടില്ല. സമാധാനപരമായ സമരത്തിലൂടെ ഞങ്ങൾ മാറിയത്. പക്ഷേ ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറ്റില്ല. ഈ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട്? തീർച്ചയായും രണ്ട് കൂട്ടർക്കും LDFനും UDFനും നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇതൊരു സെറ്റിൽമെൻറ്റിലൂടെ തീർക്കാനുള്ള പരിപാടി രണ്ട് കൂട്ടർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളിത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ ഭേദഗതി ബില്ലിനോട് ഞങ്ങൾ അനുകൂലിച്ച് പോയത്. അത് BJPയുടെ ഇവിടുത്തെ സമീപനം. ഞങ്ങൾക്ക് ഒരുപാട് ആരുമില്ലാത്ത ടൈമിലാണ് അവരിവിടെ വന്ന് കയറിയത്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ ജനങ്ങളെല്ലാവരും നിന്ന്. ഇനിയിപ്പോൾ ഈ കോൺഗ്രസ്സുകാരൊന്നല്ല LDFകാരും രണ്ടിൻ്റെയും ഡി എടുത്ത് മാറ്റണം നടക്കുന്നത്. LDFന്റെ UDFന്റെ ഡി എടുത്ത് മാറ്റാം. അതിനുള്ള അവകാശമില്ല അവർക്ക്. രണ്ടു കൂട്ടർക്കും ഇല്ല. ആ ഡെമോക്രസി എന്താണെന്നുള്ള അറിയില്ല അവർക്ക്. നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു കടലോര മേഖലയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകളായിക്കോട്ടെ UDFന്റെ ആളുകളായിക്കോട്ടെ ഇവരെല്ലാവരും ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നിലവിൽ നിങ്ങളോടുള്ള ഒരു സമീപനം എങ്ങനെയാണ് ഇവരുടെ? അവർക്ക് ഞങ്ങളെടുത്തൊരു നിലപാട് ഇവിടെ ഒരു പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ അതിനെതിരെ കേസ് കൊടുത്ത് ഷെഡ് കെട്ടി സമരം തുടങ്ങുന്ന ആളാണ് ഈ പറഞ്ഞ LDFന്റെ ആളിൽ. ഇത്രയും വലിയൊരു സമരം തുടക്കുമ്പോൾ ഒരു നാട്ടിലൊരു പ്രശ്നമല്ല എന്നൊരു പ്രാദേശികമായിട്ടൊരു നിലപാട് അവർക്ക് എടുക്കാറുണ്ട്. അവർ പാർട്ടിയിൽ നിന്ന് പിന്നീട് അവർക്ക് ഒരു എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ അവർക്ക് ജനങ്ങളോട് നിൽക്കായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ നിന്ന പോലെ ഞാനൊരു 46 കൊല്ലം ഈ കൊടിയും പിടിച്ചാടുന്ന ആളാണ്. ഈ ചെങ്കൊടിയും പിടിച്ചാടുന്ന ആളാണ് 46 കൊല്ലം. എൻ്റെ ജനങ്ങളുടെ എൻ്റെ നാട്ടിലൊരു വിഷയം വന്നപ്പോൾ ഞാൻ പാർട്ടിയെല്ലാം നോക്കിയത് ജനങ്ങളോട് നിൽക്കണമെന്ന് എനിക്ക് തോന്നി. പാർട്ടിക്ക് വന്നിട്ട് അവസരം കൊടുത്തവർക്ക് എൻ്റെ പോലെ ഒന്ന് ചിന്തിച്ച് അവർ ഈ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ല ഇവർക്ക് ഇവിടെ മറ്റുള്ളവർ ചിലപ്പോൾ കയറില്ലായിരുന്നു. അവർക്ക് ഇവിടെ ആളാകായിരുന്നു. പിന്നെ പള്ളി അവസാനം അവർ കണ്ടെത്തി പള്ളിയുടെ അകത്തല്ലേന്ന്. ഈ പള്ളിയുടെ അകത്തും ഈ പാരീഷകളിലൊക്കെ ഗ്രാമസഭകളും പല പാർട്ടിയുടെ പല പരിപാടി നടന്നിട്ടില്ലേ. ഇപ്പോഴാണ് അവർക്ക് പള്ളിയായിട്ട് തോന്നിയത്. ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ എന്തെങ്കിലും ചുമതല വഹിച്ചിരുന്നോ? CPMന്റെ എന്തെങ്കിലും ചുമതല? ഞാൻ പാർട്ടി മെമ്പറായിരുന്നു, ഇപ്പോഴല്ല. എന്നാലും സജീവമായിട്ട് എല്ലാ പാർട്ടിയുടെ എല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുത്തിരുന്നു. അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അവർക്കിപ്പം മിണ്ടാട്ടില്ലല്ല. അവർ സെറ്റിൽമെൻറ്റ് എല്ലാം രാജീവായിട്ട് പലരും രാജീവിൻ്റെ ഓരോ പ്രസ്ഥാനങ്ങളും എടുത്തിരുന്നെങ്കിൽ നമ്മൾ ശരിക്കൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും ഏത് രീതിയിലാണ് പോകുന്നത്. ആ കേസിൻ്റെ വഴിക്ക് കിടക്കും. അതിലെന്താണ് അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാനുള്ളത് സെറ്റിൽമെൻ്റ് ആണെന്ന് അവർ ഉദ്ദേശിച്ചത്. ഇതെല്ലാം പാളിപ്പോയി.